എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിൽ പ്രധാനമായിട്ട് 4 ആർട്ടിക്കിളുകളാണ് ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും ആദ്യത്തെ ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ ഒരു ആന്ധ്രാപ്രദേശിലെ ഒരു ലൈംസ്റ്റോൺ ക്വയറിയിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ 10 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ UPSC സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ലൈംസ്റ്റോൺ എന്നുള്ള ഒരു പോയിന്റ് ആവശ്യമാണ്. ഇത് എവിടെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഉണ്ടാവുക, ഇതിൻ്റെ ജസ്റ്റ് ഒരു മാപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ UPSC പെർസ്പെക്റ്റീവിൽ നമുക്കിത് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കൊണ്ട് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ വാട്ട് ഈസ് ലൈംസ്റ്റോൺ, എന്താണ് ലൈംസ്റ്റോൺ? ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗം ചിലപ്പോൾ ചോദിക്കുമ്പോൾ നമുക്കറിയാം, സിമൻ്റ് നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയലാണ് ഈ ലൈംസ്റ്റോൺ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ലൈംസ്റ്റോൺ എന്ന ഒരു ലൈംസ്റ്റോൺ ഒരു പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിൽ. പ്ലസ് പലപ്പോഴും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ മേഖലകളിലും എന്തുണ്ട്, ലൈംസ്റ്റോണിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈംസ്റ്റോണിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 2 ഇൻഡസ്ട്രീസ്, ഒന്ന് അഗ്രികൾച്ചറിലും 2 സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിലും എന്താവശ്യമാണ്, ലൈംസ്റ്റോൺ ആവശ്യമാണ്. നമുക്കറിയാം ലൈംസ്റ്റോൺ ഇറ്റ്സ് എ സെഡിമെൻ്ററി റോക്ക് കമ്പോസ്ഡ് ഓഫ് പ്രൈമർലി ഓഫ് കാൽസൈറ്റ്, എ കാൽസ്യം കാർബണേറ്റ് മിനറൽ വിത്ത് എ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് CaCO3. ഇതൊരു സെഡിമെൻ്ററി റോക്കാണ്. നമുക്കറിയാം സെഡിമെൻ്ററി റോക്കിൻ്റെ പ്രത്യേകത അറിയാം, കാലാകാലങ്ങളായിട്ട് അടിഞ്ഞുകൂടി ഉണ്ടായിട്ടുണ്ടാവുന്ന ഒരു തരം ഒരു റോക്ക് അല്ലെങ്കിൽ നമ്മൾ സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. നമ്മൾ ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് റോക്സ് പഠിക്കും. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോക്കാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. ലൈംസ്റ്റോൺ ഈസ് ഓൾവേസ് എ കൈൻഡ് ഓഫ് സെഡിമെൻ്ററി റോക്ക് കമ്പോസ്ഡ് ഓഫ് പ്രൈമർലി കാൽസൈറ്റ്. എന്താണ് ഈ കാൽസൈറ്റ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കാൽസ്യം കാർബണേറ്റ് മിനറൽ വിത്ത് എ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് CaCO3. Limestone is usually a biological sedimentary rock forming from accumulation of shell, coral, algae, fecal and other organic debris. അതായത് നമ്മൾ പലപ്പോഴും എന്താണ് ഈ ഓർഗാനിക് ഡീബ്രീസിൻ്റെയോ അല്ലെങ്കിൽ ഷെല്ലിൻ്റെയോ കോറലിൻ്റെയോ ആൽഗയുടെയോ ഒക്കെ ഒരു ഡെപ്പോസിഷൻ്റെ ഭാഗമായിട്ട് റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ സെഡിമെൻ്ററി റോക്കാണ് എന്ത്, ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ നോക്കിയാൽ മതിയാകും. ഇതിനകത്ത് കൂടുതലും ഒരു മെയിൻസ് ക്വസ്റ്റ്യൻസിലേക്കൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത കാണുന്നെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം പ്രധാനപ്പെട്ട കാൽസ്യം ഡെപ്പോസിറ്റുകൾ, ലൈംസ്റ്റോൺ മൈനുകൾ എവിടെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ പറയുന്ന ഡൽഹി, പാലി, ഈ പോയിന്റുകളൊക്കെയും എന്താണ് നമുക്കറിയാം, ഒരു സേലം, പേരാമ്പൂർ, തിരുച്ചിറപ്പള്ളി, ഈ തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലായിടത്തും എന്ത് കാണുന്നുണ്ട്, കാൽസ്യം അല്ലെങ്കിൽ ലൈംസ്റ്റോൺ മൈനുകൾ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കേണ്ടതാണ്. ചിലപ്പോൾ ചോദിക്കാം വിച്ച് അമംഗ് ദ ഫോളോവിങ് റീജിയൻ ഹാസ് ലൈംസ്റ്റോൺ മൈൻസ്. കുറച്ചൊരു 5-6 എക്സാമ്പിൾസ് തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ആൻസർ പിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ലൈംസ്റ്റോൺ മൈൻസ് ഇൻ ഇന്ത്യ. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുക. അതിൽ എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്ത്യയുടെ ഔട്ട്ലൈൻ കിട്ടുന്ന ഒരു ഫ്രീ മാപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു 1-2 രൂപ കൊടുത്താൽ വാങ്ങിക്കാനും പറ്റും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ ലൈംസ്റ്റോൺ മൈനുകൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട ലൈംസ്റ്റോൺ മൈനുകൾ ഒന്ന് മാപ്പ് അല്ലെങ്കിൽ ഫ്രീ മാപ്പിനകത്തൊന്ന് മാപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിവിഷൻ സമയത്ത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും ഈ മാപ്പ് മേക്കിംഗ് എന്ന് പറയുന്നത്. അതിന് നിങ്ങളൊരു ഫ്രീ മാപ്പുകൾ വാങ്ങിക്കുക. ഫ്രീ മാപ്പ് വാങ്ങിച്ച് അതിൽ നിങ്ങളുടെ ലൈംസ്റ്റോൺ മൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ടോപ്പ് കോർട്ട് ഇൻ ഓർഡേഴ്സ് ഇമ്മീഡിയറ്റ് ഡീകൺജഷൻ ഫോർ ഓൾ പ്രിസണേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും ഏകദേശം നമ്മുടെ പല ജയിലുകളിലും ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകൾ ഓവർ കൺജസ്റ്റഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് ജയിലിനകത്ത് ഇപ്പോഴത്തെ ഒരു വളരെയധികം ശക്തമായിട്ടുള്ള COVID-19 സെക്കൻഡ് വേവിൽ വളരെയധികം സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് COVID-19 പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആളുകളുടെ ജീവൻ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ മതിയാകത്തുള്ളൂ അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോർട്ട് ജഡ്ജ്മെൻ്റ് ആണ് ഈ പറയുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്, അർണേഷ് കുമാർ ജഡ്ജ്മെൻറ്റിലെ
പ്രോട്ടോക്കോൾ കൃത്യമായിട്ടും ഓരോ എല്ലാ അറസ്റ്റിനും പാലിക്കണം എന്നുള്ളതാണ്. എന്താണ് അർണേഷ് കുമാർ കേസിലെ പ്രോട്ടോക്കോൾ എന്താണെന്ന് പറയാം. Police officer must satisfy himself that such person had committed the offence punishable as aforesaid. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസർ എന്തായിരിക്കണം, അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം ഇദ്ദേഹം ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, ബിഫോർ ദി അറസ്റ്റ് ഇൻ സച്ച് കേസസ് ഹാഡ് ടു ഫർദർ സാറ്റിസ്ഫൈ ദാറ്റ് such arrest is necessary to prevent such person from committing any other further offence. ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനി മുന്നോട്ടുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യാൻ, തെളിവ് നശിപ്പിക്കുക, അല്ലെങ്കിൽ സാക്ഷിയെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അടുത്ത വിറ്റ്നസിനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈമുകൾ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത സ്റ്റോപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ വേണം ആ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അറസ്റ്റ് ഈസ് റിക്വയർഡ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ്. പ്രധാനമായിട്ടും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പോകരുത്, അറസ്റ്റ് ചെയ്യാൻ പറ്റരുത്. അടുത്തത്, ടു പ്രിവെൻറ്റ് ആൻ അക്യൂസ് ഫ്രം കോസിംഗ് ദ എവിഡൻസ് ഓഫ് ഒഫൻസ് ടു ഡിസപ്പിയർ. ഏതെങ്കിലും തെളിവ് നശീകരണത്തിലേക്ക് ഇദ്ദേഹം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ടു പ്രിവെൻറ്റ് ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് ഇൻ എനി മാനർ. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള എവിഡൻസിനെ ടാമ്പർ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ തരത്തിലുള്ള ഒരു അറസ്റ്റ് നടപടികളിലേക്ക് ഓഫീസർക്ക് കടക്കാവുന്നതാണ്. ടു പ്രിവെൻറ്റ് സച്ച് പേഴ്സൺ ഫ്രം മേക്കിംഗ് എനി ഇൻഡ്യൂസ്മെന്റ്, ത്രെറ്റ് ഓർ പ്രോമിസ് ടു വിറ്റ്നസ് ഓർ സോ ആസ് ടു ഡിസ്യൂഡ് ഹിം ഫ്രം ഡിസ്ക്ലോസിംഗ് സച്ച് ഫാക്ട്സ് ടു ദ കോർട്ട് ഓർ ദ പോലീസ് ഓഫീസർ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സാക്ഷിയെ സ്വാധീനിക്കുകയോ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോകാം, അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകാം. Unless such accused person is arrested, his presence of the court whenever required cannot be ensured. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ അദ്ദേഹം വരാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ ഓഫീസർക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അറസ്റ്റ്. ഇതൊക്കെയായിരുന്നു അർണേഷ് കുമാർ ജഡ്ജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കോർട്ട് ഒരു സാധ്യതയുണ്ടെങ്കിൽ, ഒരു അറസ്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ അർണേഷ് കുമാർ കേസ് ജഡ്ജ്മെന്റ് അല്ലേ. ടു പ്രിവെന്റ് എന്തിനാണ്, ടു പ്രിവെന്റ് ഓവർ ക്രൗഡിങ് ഇൻ ജയിൽ. ജയിലിനകത്ത് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഓവർ ക്രൗഡിങ് സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് സ്പെസിഫിക്കലി സ്ട്രെസ്ഡ് ഓൺ നോട്ട് ഓർഡറിങ് ഡിറ്റൻഷൻ ഇൻ എ മെക്കാനിക്കൽ മാനർ ഇൻ കേസ് ഇൻവോൾവിംഗ് പണിഷ്മെന്റ് ഓഫ് ലെസ് ഓർ അപ് ടു 7 years ഓഫ് ഇംപ്രിസൺമെന്റ്. അതായത് 7 വർഷം വരെയുള്ള തടവിലേക്കുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് ഒരു മെക്കാനിക്കൽ പ്രോസസ്സിൽ നിങ്ങൾ എന്തിലേക്ക് പോകരുത്, ഒരു അറസ്റ്റിലേക്കോ ഡിറ്റൻഷനിലേക്കോ പോകാൻ ഉള്ള ഒരു സാധ്യത ഉണ്ടാവരുത്. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത്, സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു 90 days പാരോള് എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ പറ്റുന്ന ആളുകൾക്കെല്ലാം കൊടുക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ പരോൾ എന്ന് നോക്കാം. ഈ പരോൾ എന്ന വാക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്കുകൂടെ അറിയേണ്ടതുണ്ട്. ഫർലോ എന്നൊരു വാക്കിനെ കുറിച്ച് നമ്മൾ അറിയണം. എന്താണ് ഈ ഫർലോ? ഈ ഫർലോ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സൺ ഹൂ ഈസ് അണ്ടർ ഡിറ്റൻഷൻ ഇൻ എ പർട്ടിക്കുലർ കേസ് ഓർ കേസ് എക്സ് ഓർ എക്സ് വൈ. ഈ വ്യക്തി എന്താണ്, ഹീസ് അണ്ടർഗോയിങ് ഡിറ്റൻഷൻ ഇൻ എ ജയിൽ. അദ്ദേഹത്തിന് ഒരു 3 വർഷമോ അല്ലെങ്കിൽ 4 വർഷമോ ഒരു ടേം ആണ് ഇദ്ദേഹം സെർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം ജയിൽ ടൈമാണ് അദ്ദേഹം സെർവ് ചെയ്യേണ്ടത്. അപ്പം ഈ ഓരോ വർഷവും ഇൻ എ ഇയർ ഹി ഹാസ് എ റൈറ്റ് ടു അവെയിൽ 14 days ഓഫ് ലീവ്. എങ്ങനെയാണ് 14 ദിവസം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകാനുള്ള അവകാശമുണ്ട്. ഇറ്റ് ഈസ് വൺ അമംഗ് ഡിറ്റൻഷൻസ് റൈറ്റ്. ഇദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റ് ആണ് ഈ 14 ദിവസത്തെ ലീവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ലീവ് ലഭിക്കുക? അദ്ദേഹത്തിൻ്റെ അതോറിറ്റീസിനോട് കാരണം കാണിക്കാതെ തന്നെ എന്താണ്, നോ റീസൺ നീഡ് നോട്ട് ടു ബി ഗിവൺ ടു ദ prison authorities ഫോർ ദീസ് 14 days. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു 14 ദിവസത്തെ ഇദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാനുള്ള അവകാശമാണ് ഈ 14 ദിവസം എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് parole he will have to provide reason and it's not the right. ഇത് എന്താണ്, ഇതൊരു ഡിസ്ക്രിഷൻ ആണ്. ആരുടെ? ജയിൽ അതോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ സുപ്പീരിയർ അതോറിറ്റിയുടെ ഒരു ഡിസ്ക്രിഷൻ ആണ്
ഈ ഒരു പരോൾ നൽകണമോ വേണ്ടയോ എന്ന തീരുമാനം. ഈ തരത്തിലുള്ള ഒരു ഡിസ്ക്രീഷൻ ആർക്കുണ്ട് ജയിൽ അതോറിറ്റീസിനുണ്ട് ഈ പരോളിൻ്റെ കേസിൽ. അതായത് ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്, ഒരു പോയിന്റ് എന്താണ്, the reason should be satisfied to the jail authorities, and again it is up to the discretion of jail authorities whether to grant parole or not. But in the case of Farlow, it is one among his rights. He will have he may avail 14 days of leave without showcasing any kind of reason for the particular leave, and it is one among his rights as well. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധ്യതകളെ കുറിച്ചും ഉണ്ടാകണം. അപ്പം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്, ഈ 90 days ലീവ് ആർക്ക് നൽകണം, ഈ കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് 90 days ലീവ് നൽകണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഹർനേഷ് കുമാർ കേസിലെ ജഡ്ജ്മെന്റിന്റെ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇവർക്ക് ഒരു 90 days പരോൾ കൊടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ഒരു സാധ്യത പ്രൊവൈഡ് ചെയ്യാനുള്ള ശ്രമിക്കണം. മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് എന്താണ്, ഒരു ഹൈ ലെവൽ കമ്മിറ്റി അല്ലെങ്കിൽ ഹൈ പവർഡ് കമ്മിറ്റി ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് in most states and union territories to screen prisoners and release them on interim bail. ഒരു ഹൈ പവർ കമ്മിറ്റി ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി എല്ലാ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറികൾ ഉണ്ടാക്കണം. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ടു സ്ക്രീൻ പ്രിസണേഴ്സ് ആൻഡ് റിലീസ് ദം ഓൺ ഇന്ററിം ബെയിൽ, ഇടക്കാല ബെയിൽ അല്ലെങ്കിൽ ജാമ്യം നൽകി പുറത്തു വിടാൻ വേണ്ടുന്ന ഒരു ഹൈ പവർഡ് കമ്മിറ്റിയെ രൂപീകരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ആണ് ഈ പറയുന്ന ഹൈ പവർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്, ചില ആളുകൾ അല്ലെങ്കിൽ ഈ കുറ്റവാളികൾ അല്ലെങ്കിൽ ഈ പുറത്ത് താമസിക്കുമ്പോൾ ഇവർക്ക് എന്ത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, COVID-19 അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന എന്താണ്, ഒരു തരത്തിലുള്ള മെഡിക്കൽ എയ്ഡുകൾ ഈ കുറ്റവാളികൾ അല്ലെങ്കിൽ ശിക്ഷ നടപടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നൽകണം. ഇതാണ് ഈ കോടതിയുടെ ഡീകൺജഷൻ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് പോയിന്റുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, അറസ്റ്റ് നടത്തുന്ന സമയത്ത് ഹർനേഷ് കുമാർ കേസിലെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലെ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് 90 ദിവസത്തെ ഇടക്കാല പരോൾ അനുവദിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഒരു ഹൈ പവേർഡ് കമ്മിറ്റി രൂപീകരിക്കണം. എവിടെ രൂപീകരിക്കണം, എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും ഈ ഹൈ പവേർഡ് കമ്മിറ്റി രൂപീകരിക്കണം. എന്തിനാണ്, ടു സ്ക്രീൻ പ്രിസണേഴ്സ് ആൻഡ് റിലീസ് ദം ഓൺ ഇന്ററിം ബെയിൽ. നാലാമത്തെ പോയിന്റ് എന്താണ്, മെഡിക്കൽ എയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ജയിൽ ഇൻമേറ്റ്സിന് ഒരു മെഡിക്കൽ എയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ ചെയ്തു കൊടുക്കണം. ഇതാണ് ഈ ഒരു ഗവൺമെന്റ് കോടതിയുടെ പുതിയ ഉത്തരവിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഏത്, ദ സുപ്രീം കോർട്ട് റൂളിംഗ് ഓൺ ഐഡന്റിഫൈങ് ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റ് മറാഠ ജഡ്ജ്മെന്റ് ഇഷ്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഈ ബാക്ക്വേർഡ് ക്ലാസസിനെ തീരുമാനിക്കുന്നതിനുള്ള അവകാശം. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് തന്നെയാണ് ഈ ഒരു സാധ്യത. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്തു. നമ്മൾ എന്താണ് മണ്ഡൽ കമ്മീഷൻ ശ്രദ്ധിച്ചു, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചു. അതിനുശേഷം നമ്മൾ മണ്ഡൽ കേസ് വരെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം മണ്ഡൽ കേസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പ്രോട്ടോകോൾ സുപ്രീം കോടതി മണ്ഡൽ കേസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 102ാമത് ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നു. 102ാമത് ഭരണഘടനാ ഭേദഗതികൾ 338B അതുപോലെ തന്നെ 342A തുടങ്ങിയ 2 ആർട്ടിക്കിളുകൾ ഈ ഭരണഘടനയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മറാഠയിലെ അല്ലെങ്കിൽ 50% ഒരു റിസർവേഷൻ കോട്ടയെ ക്രോസ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എവിടെ, മറാഠ റിസർവേഷൻ കേസിൽ. ഇതിനകത്ത് ആർക്കാണ് ഇതിനകത്ത് അധികാരം നൽകുന്നത്, ആർക്കാണ് സ്റ്റേറ്റ് ഒരു ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ ഒരു ലിസ്റ്റുകൾ ഉണ്ടാക്കുവാനുള്ള അവകാശം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്.
നൂറ്റി 2 ഭരണഘടനാ ഭേദഗതി എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. The amendment established National Commission for Backward Classes by adding Article 338 to the Constitution. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഫോർവേഡ് ആയിരുന്നു 338B, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ്. എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഒരു 5-member കമ്മീഷൻ വാസ് ആസ്ക്ഡ് with monitoring safeguard provided for socially and educationally backward classes, giving advice on their socio-economic development, inquiring into complaints and making recommendations, among other functions. Significantly, it was laid down that center and the state shall consult the commission on all policy matters concerning SCBC. സോഷ്യോ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിന് വേണ്ടുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന റെക്കമെൻഡേഷൻ നൽകാനുമുള്ള ഒരു ബോഡിയായിട്ടാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന ഒരു ബോഡിയെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ ആർട്ടിക്കിൾ 342A എന്ന ഒരു ആർട്ടിക്കിൾ കൂടി ആഡ് ചെയ്തു. അണ്ടർ വിച്ച് ദ പ്രസിഡന്റ് ഷാൽ നോട്ടിഫൈ എ ലിസ്റ്റ് ഓഫ് SCBC in relation to each state and union territory in consultation with governors of the respective states. അതായത് ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന ആരാണ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരുമായിട്ടാണ് കൺസൾട്ട് ചെയ്യുക? ഓരോ UTIയുടെയും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യയുടെയും അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഗവർണേഴ്സുമായിട്ടാണ് കൺസൾട്ട് ചെയ്യുക. ഈ കൺസൾട്ടേഷന് ശേഷം ആരാണ്? പ്രസിഡന്റാണ് ഈ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പബ്ലിഷ് ചെയ്ത ലിസ്റ്റിനെ അത് ഇൻക്ലൂഡ് ചെയ്യാനാണെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ഇൻക്ലൂഡ് ചെയ്യാനാണ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പാർലമെന്റ് ഓഫ് ഇന്ത്യയിലേക്കാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റേറ്റിന് ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുമുള്ള ഒരു കമ്മ്യൂണിറ്റി ഇൻക്ലൂഡ് ചെയ്യാനോ എക്സ്ക്ലൂഡ് ചെയ്യാനോ ഉള്ള അവകാശമില്ല. ഇറ്റ് ഈസ് ടോട്ടലി അപ് ടു ദ ഡിസ്ക്രിഷൻ ഓർ ദ പവേഴ്സ് ഓഫ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. അതിനു വേണ്ടി എന്താണ്? ആദ്യം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വിൽ in consultation with governors of respective UTIs of state governments, and he will notify a list. If some kind of religion or socially economically backward community to be included in this particular centralized list, it is up to the powers of Parliament of India. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ അകത്തേക്ക് വയ്ക്കുവാനോ ഉള്ള അവകാശം ഒരു സ്റ്റേറ്റിന് നിക്ഷിപ്തമല്ല. സ്റ്റേറ്റിന് ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് ഉണ്ടാവുക. ഇത്തരത്തിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചേഴ്സിനെ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് സ്റ്റേറ്റിൻ്റെ പവറുകളെ ഡിപ്രൈവ് ചെയ്തു എന്നതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു റിട്ട് പെറ്റീഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ എന്താണ് ഈ റിസർവേഷൻ ഫോർ മറാത്ത കമ്മ്യൂണിറ്റി വാസ് ചലഞ്ചഡ് ഇൻ ബോംബെ ഹൈക്കോർട്ട് ഓൺ വേരിയസ് ഗ്രൗണ്ട്. One of the ground was that act creating a Maratha quota through a new category called SCBC was unconstitutional because after the introduction of 102nd Amendment, the state legislature had no power to identify any new backward classes. അതായത് ഇതിനകത്ത് 102ാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സംസ്ഥാനത്തിന് അവരുടേതായ ഇഷ്ടപ്രകാരം ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള അവകാശം ആർക്കില്ല? സംസ്ഥാനങ്ങൾക്കില്ല. ഇല്ല. അതുപോലെ തന്നെ എന്തില്ല? ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അത്തരത്തിലുള്ള ഒരു അധികാരമില്ലാത്തതിനാൽ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കാൻ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ഡിപ്രൈവ് ചെയ്യുന്ന ഒന്നാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ റിട്ടായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാം, the president alone could notify the list and subsequent changes could be made only by parliament by law. അതായത് പാർലമെന്റിന് മാത്രമാണ് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള അവകാശം ഉണ്ടാവുക. പ്രസിഡന്റാണ് ഇത് ലിസ്റ്റ് നോട്ടിഫൈ ചെയ്തത്. 2. The text was identical to the provisions of governing the National Commission for Scheduled Caste and the procedure to identify SC was exact the same. This has led to the conclusion that Parliament intended to replicate the same process for backward classes too. 3. The definition of clauses was added to the effect that only a class found in the list notified by the president under Article 342A was an SCBC. ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട 3 ഇനിഷ്യേറ്റീവ്സ് ആണ്
എടുത്തിരിക്കുന്നത്. ഞാൻ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് എടുത്തിട്ടില്ല. അതിനകത്ത് ഏറ്റവും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചില കാര്യങ്ങൾ എന്താണ് ഇനി ഒരു ഭാവി എന്ന് നമുക്ക് നോക്കണമെങ്കിൽ the Supreme has directed the center to notify the list of SABC for each state and union territory, and until it is done, the present state list may continue to be in use. അതായത് ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടേക്കും വേണ്ട യൂണിയൻ ടെറിട്ടറിയുടെയും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെയും ലിസ്റ്റ് സെൻട്രൽ അല്ലെങ്കിൽ ലിസ്റ്റ് ഉണ്ടാകുന്നിടം വരെയും ഇപ്പോഴത്തെ എന്താണോ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, the center may either comply with this or seek further amendment constitution to clarify the position that the 102nd amendment was not intended to denude the states for the powers to identify SABC. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ നോട്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യം. ഇതിനകത്ത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് അല്ലെങ്കിൽ SCBC കമ്മീഷൻ എന്നൊരു സാധ്യതയുണ്ട്. ഒരു 5 മെമ്പർ കമ്മിറ്റിയാണ് ഉള്ളത്. ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 3 മെമ്പേഴ്സ് ഉണ്ട്. അത്തരത്തിൽ ഒരു 5 മെമ്പർ കമ്മിറ്റിയാണ് ഈ SCBC അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മീഷൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 5 മെമ്പർ കമ്മിറ്റിയിലാണ്. ഇതിനെക്കുറിച്ച് 338B കൂടുതൽ ഇതിൻ്റെ പവേഴ്സിനെ കുറിച്ചും ഇതിൻ്റെ അധികാരത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു പോയിന്റുകൾ നമുക്ക് കാണാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ anti-COVID drug 19 developed by DRDO gets emergency use node. ഏതെങ്കിലും ഇപ്പം anti-COVID-19 ഡ്രഗ് DRDO ഒരെണ്ണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. The Drug Controller General of India DCGI has granted permission for emergency use of an anti-COVID-19 therapeutic application of the drug 2-deoxy-D-glucose 2-DG developed by Institute of Nuclear Medicine and Allied Sciences, a lab of Defense Research and Institution Development Organization in collaboration with Dr. Reddy's Laboratories, Hyderabad. ഈ ഒരു പോയിന്റ് ഇങ്ങനെ തന്നെ നമ്മൾ ഓർത്ത് വെക്കണം. ഇതാരാണ് ഡെവലപ്പ് ചെയ്തത്, ഇതിനകത്ത് ഡോക്ടർ റെഡ്ഡി എന്താണ് ചെയ്തത്, DRDOയുടെ ഇൻമാസ് എന്താണ്, ഇന്നുള്ള പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്നാണ്. The drug comes in powdered form in sachets and it is taken orally by dissolving it in water. അതായത് ഇതൊരു പൗഡർ സാഷേ ഫോമിലാണ്, വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ഇത് ഉപയോഗിക്കുക. It accumulates in the virus infected cell. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എടുക്കാം. It accumulates in the virus infected cells and prevents their growth by stopping viral synthesis and energy production. Its selective accumulation in virally intended cells makes this drug unique. ഇതൊരു പോയിന്റുകളായിട്ട് എടുക്കുക. ഈ ഒരു ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് ചിലപ്പോൾ പ്ലിംസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്. ഇത് ഒന്ന് പത്രം വായിക്കുകയും അതിന് വേണ്ടുന്ന കുറച്ച് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.